മക്ബൂലിന്റെ പേഴ്സണൽ കാര്യങ്ങൾ കുറച്ച് ചോദിക്കാം. ഓക്കെ, മക്ബൂൽ എന്താ പഠിച്ചത്, എങ്ങനെയാണ് ഞാൻ സ്കൂളിലും പഠിക്കുന്ന കാലത്ത് എങ്ങനെ പെർഫോം ചെയ്തു? നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു, നല്ല വീക്കായിരുന്നു? അതൊരിക്കലും നല്ലൊരു ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണെന്ന് ഞാൻ പറയില്ല. ഞാൻ അത്യാവശ്യം അലമ്പൊക്കെ ഉള്ളൊരു കുട്ടി തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു 10th വരെ ഭയങ്കര നൊട്ടോറിയസ് ആയിരുന്നു ഞാൻ. എനിക്ക് സീരിയസ് ആയിട്ട് എൻ്റെ സ്റ്റഡീസ് എൻ്റെ മനസ്സിൽ വന്നത് 11th 12th ഞാൻ ലേബർ ഇന്ത്യ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. കാരണം അവിടെ നമ്മുടെ അടുത്ത് ടീച്ചേഴ്സ് പെരുമാറുന്ന രീതിയിൽ നമുക്കൊരു, കാരണം അത് ബോർഡിംഗ് സ്കൂളായിരുന്നു. അപ്പോൾ ഞാൻ 2 വർഷം ബോർഡിങ്ങിലാണ് നിന്ന് പഠിച്ചത്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പെരുമാറുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. കാരണം അവരുടെ മോട്ടോ തന്നെ ഹോം എവേ ഫ്രം ഹോം എന്നാണ്. അപ്പോൾ ശരിക്കും ഒരു വീട്ടിലുള്ള എഫക്റ്റ്, ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു 2 വർഷവും. ഒരിക്കലും വീട് മിസ് ചെയ്തിട്ടില്ല. പക്ഷെ ആ ഒരു ഹോസ്റ്റൽ ലൈഫ് മേ ബി ഉണ്ടാക്കിയ ഡിഫറൻസസ് എനിക്ക് തോന്നുന്നു ലേബർ ഇന്ത്യയിൽ എൻ്റെ ലൈക്ക് എഡ്യൂക്കേഷൻ ആ ഒരു പീരീഡ് ആണെന്ന് തോന്നുന്നു എനിക്ക് സിനിമയിലോട്ട് ഏറ്റവും കൂടുതൽ ഞാൻ അട്രാക്റ്റഡ് ആയത്. കാരണം അന്നേ വരെ ഞാൻ കുറച്ച് റിസർവ്ഡ് ആയിരുന്നു. ആ ഒരു 10th കംപ്ലീറ്റ് ചെയ്യുന്നത് ഞാൻ ഒരു 4 പേര് നിൽക്കുന്നിടത്ത കൂട്ടത്തിലൊന്നും പോയി സംസാരിക്കുന്ന ഒരാളായിരുന്നു. അത് അന്ന് വരെ എൻ്റെ പാരൻസിനും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. കാരണം ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പതുക്കെ ഒന്ന് ബാക്ക് ഓഫ് ചെയ്യും, ഞാൻ സ്കൂട്ടായിട്ട് നിൽക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് വീട്ടുകാരും പറഞ്ഞിരുന്നു അറ്റ്ലീസ്റ്റ് ഒന്ന് മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുക ആരെങ്കിലും ആയിട്ട്. അപ്പം വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് തോന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എന്താണ്, ഓക്കെ ഹൈ ഹവ് യു, ഐ എം ഫൈൻ, ഇത് കഴിഞ്ഞിട്ട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ച് നിൽക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ലേബർ ഇന്ത്യയിൽ പോയി 11th കഴിഞ്ഞ് വെക്കേഷൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫുൾ ഇത് തന്നെ മാറി. എൻ്റെ ഒരു ഷൈനസ് ഒന്നും തീരെ ഉണ്ടായിരുന്നില്ല. പിന്നെ കസിൻസൊക്കെ പറഞ്ഞു തുടങ്ങി മക്ബൂൽ ഉണ്ടെങ്കിലേ ഉള്ളൂ ഒരു രസമുള്ളൂ എന്നും പറഞ്ഞു തുടങ്ങി. കാരണം അത്രയും നാളും കാരണം ഞാൻ ഇല്ലാത്തൊന്നും ആരും അറിയില്ല. കാരണം ഒരു 4 പേരൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനിപ്പോൾ പകുതിക്ക് വെച്ച് പോയാലും ആരും അറിയില്ല. കാരണം അവിടെ സംസാരിക്കുള്ളൂ. അപ്പോൾ കസിൻസിനെ ആരും പറഞ്ഞപ്പോഴാണ് ദുൽഖറായിട്ട് എങ്ങനെയാണ് ആൾക്കാർക്ക് ഭയങ്കര ക്ലോസ് ആണ്. കാരണം ഞങ്ങൾ തമ്മിൽ ഒരുപാട്, എനിക്കറിയില്ല, എനിക്ക് എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ കസിൻസ് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ബെസ്റ്റ് ഫ്രണ്ട്സ്, എൻ്റെ ബെസ്റ്റ് ബ്രദറും അങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ട് ഞാൻ ദുൽഖറിൻ്റെ അടുത്തായിരുന്നു. കാരണം അവർ ഗിരിനഗറിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയം മുതൽ എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂൾ കഴിയുമ്പോഴും ഈവൻ വീക്കെൻഡ്സിലൊക്കെ ഞാൻ ചാൽക്കാക്കായിട്ടുള്ള, കാരണം ചാൽക്കാക്കയുടെ ടേസ്റ്റും എൻ്റെ ടേസ്റ്റൊക്കെ ഒരുപോലെയാണ്. കാരണം നമ്മുടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ വരെ എനിക്ക് തോന്നുന്നു എനിക്ക് വീഡിയോ ഗെയിംസും ഈ ടോയ്സിലൊക്കെ ഒരുപാട് ലൈക്ക് നോളജ് തന്നിട്ടുള്ളത് ചാൽക്കാക്ക തന്നെയായിരുന്നു. കാരണം ചാൽക്കാക്ക ട്രാവൽ ചെയ്യുന്നതുകൊണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ പറഞ്ഞു തരിക. അന്നും നമ്മുടെ ഉള്ളിൽ നമ്മൾ ശരിക്കൊരു ബിഗ് ബ്രദറാണ്. ശരിക്കും ഇപ്പോഴും അന്നും തന്നെ അഡ്വൈസ് ചെയ്തിരുന്നു, ഇന്നും തന്നെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് ഇപ്പം ഞാൻ അസുരവിത്തും മാറ്റ്നിയും ദുൽഖറിൻ്റെ ഒപ്പം ഒരുമിച്ചിരുന്ന് കണ്ട സിനിമകളാണ്, ചാൽക്കാക്കയുടെ ഒപ്പം ഒരുമിച്ചിരുന്ന് കണ്ട സിനിമകളാണ്. അപ്പോൾ ചാൽക്കാക്ക എൻ്റെ അടുത്ത് ഇങ്ങനെ ലൈക്ക് പറഞ്ഞു തന്നിരുന്നു, ഇതാണ് ഇങ്ങനെ കെയർ ചെയ്യണം, ഇതൊക്കെയാണ് നിൻ്റെ പ്രശ്നങ്ങൾ, അതൊക്കെ ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ലൈക്ക് നല്ല രീതിയിലുള്ള അഡ്വൈസ് എനിക്ക് തന്നിട്ടുണ്ട്. എവിടെയൊക്കെ നന്നാക്കണം, എവിടേക്കാണ് മോശം, ഇനി എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ സിനിമകളെക്കുറിച്ച് അന്വേഷിക്കാനുണ്ട്, ചാൽക്കാക്കയുടെ സിനിമകളെക്കുറിച്ച് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അങ്ങനെ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ്. അതിനെക്കാട്ടി വലിയ ബിഗ് ക്വസ്റ്റൻ എന്ന് വെച്ചാൽ മമ്മൂട്ടി സാർ ആയിട്ടില്ല എങ്ങനെയാണ് പേടി? ഒരു ഭയഭക്തി ബഹുമാനമാണ് സീരിയസ്. കാരണം നമ്മളിപ്പോൾ മൂത്താപ്പാനെ ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നതാണ്, ഈസ് എ ലെജൻഡ് എന്നൊക്കെ തിരിച്ചറിയുന്നതിന് മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ ഭയങ്കര, കാരണം ഓക്കെ മൂത്താപ്പ വീട്ടിലോട്ട് വരുമ്പോൾ അന്ന് നമുക്ക് അറിയില്ല. പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ലൈക്ക് സ്കൂളിലെ ഒരു ലെവൽ വന്നപ്പോഴാണ് മനസ്സിലാക്കുക ഓക്കെ എനിക്ക് തോന്നുന്നു ആ മൂത്താപ്പയുടെ ഒരു സ്റ്റാർഡം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ആൾക്കാരൊക്കെ ആയിരുന്നു ഞാനൊക്കെ ആയിരുന്നു. കാരണം സ്കൂളിൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ അനിയൻ്റെ പറഞ്ഞ കോളേജിൽ പോകുമ്പോഴും അത് തന്നെയായിരുന്നു. അപ്പോൾ ശരിക്കും അത് മൂത്താപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ നിൻ്റെ മൂത്താപ്പാക്ക് ഭയങ്കര അഹങ്കാരമാണോ ജാടയാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു മൂത്താപ്പനെ കണ്ടിട്ടില്ല. ശരിക്കും സ്നേഹമുള്ളൊരു വലിയേട്ടൻ തന്നെയാണ് ഞാൻ എൻ്റെ വാപ്സിക്കും അനിയന്മാർക്കും, മൂത്താപ്പയുടെ അനിയന്മാർക്കും ശരിക്കും ഒരു ബിഗ് ബ്രദറാണ്. കാരണം മൂത്താപ്പാക്ക് എപ്പോഴും അധികാരമുണ്ട്. ചീത്തത് കണ്ട് ദേഷ്യപ്പെടാനും നല്ലത് കണ്ട ലൈക്ക് പ്രശംസിക്കാനൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും ടെൻഷൻ ഉള്ളത്. കാരണം എനിക്ക് തോന്നുന്നു അതൊക്കെ ഏറ്റവും നമ്മൾ ആക്ട് ചെയ്താലും പുള്ളിയുടെ ഒരു പേര് അവിടെ വരുന്നു. ഇല്ല, ടെൻഷൻ ഇല്ല. കാരണം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് ഓക്കെ ഇവൻ ആരാടാ, ഇന്ന് മമ്മൂട്ടിയുടെ പേര് കളഞ്ഞു, ഇബ്രാഹിംകുട്ടിയുടെ പേര് കളഞ്ഞു എന്നൊന്നും പറയിപ്പിക്കരുത് എന്നൊരു താല്പര്യമുണ്ട്. എനിക്ക് സോഫാർ ഞാനത് നശിപ്പിച്ചിട്ടുള്ളതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ
മൂത്താപ്പ സിനിമ കണ്ടിട്ട് പറഞ്ഞു കൊള്ളാം, ഇത്ര എൻ്റെ അടുത്ത് പറഞ്ഞോളൂ, കൊള്ളാം. അത് കേട്ടപ്പോൾ ട്രോഫി കിട്ടിയ ഫീൽ ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അത്രേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും ഇല്ലേ. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഞാൻ വാപ്പിച്ചെടുത്ത് ചോദിച്ചു, വാപ്പിച്ചു മൂത്താപ്പ ഒന്നും പറഞ്ഞില്ല, ആ ഒരു കൊള്ളാൻ മതി, നീ രക്ഷപ്പെട്ടു. അപ്പോൾ തന്നെ ഞാൻ അപ്പോഴാണ് ഞാൻ ഓക്കെ അതിൻ്റെ ഒരു മഹത്വം എനിക്ക് മനസ്സിലായത്. കാരണം മൂത്താപ്പയുടെ കയ്യിൽ നിന്ന് എത്രയോ വർഷമായിട്ട് സൂപ്പർ സ്റ്റാർ ആയിട്ട് മലയാള സിനിമയിൽ നിന്നോണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ്. ഇനി ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്രോജക്ട്സ് ഞാനിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത റിലീസ് ഹാങ് ഓവർ ആണ്. ലീഡ് റോളാണ്. നമ്മൾ 4 പേരാണ്, 4 ഹീറോസ് ആണ്. ഞാൻ, ഭഗത്ത്, ഷൈൻ ടോം, പിന്നെ ഗോവിന്ദ്. അതൊരു യൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു ഫൺ റൈഡാണ്. ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു യൂത്ത്ഫുൾ മൂവി എന്നൊക്കെ പറയാം. ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ്. അതാണ് എൻ്റെ അടുത്ത റിലീസ്, ലൈക്ക് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ റിലീസായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാൻ പോകുന്ന പടങ്ങളാണ് ലോങ് സൈറ്റ്, റാം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ, പിന്നെ അതൊരു ലവ് സ്റ്റോറിയാണ്, ഒരു റൊമാൻറ്റിക് മ്യൂസിക്കൽ ഫ്ലിക്കാണ് അത്. പിന്നെ വരുന്ന മൂവി ഡേ നൈറ്റ്. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു 2-3 ക്വിക്ക് ക്വസ്റ്റ്യൻസ്, അതിന് എന്തായാലും ആൻസർ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് ആക്ടർ, ഫേവറേറ്റ് ആക്ടർ? മമ്മൂട്ടി. മോഹൻലാൽ, മമ്മൂട്ടി? ബോത്ത്. അത് പറയാൻ പറ്റില്ല, മമ്മൂട്ടി മോഹൻലാൽ? മമ്മൂട്ടി. ഷുവർ. ഓക്കെ, ഇപ്പോൾ മാറ്റ്നിന്നുള്ള പടം ഇറങ്ങി. ഇപ്പോൾ പടം ഇറങ്ങിയിട്ടാകുമ്പോൾ പേരിട്ടു, മാറ്റ്നിന്ന് ഡയറക്ടർ പേരിട്ടു. പിന്നെ ഡയറക്ടർ ഒന്ന് മാറ്റണം, ഈ പേര് അത്ര സുഖമില്ല. മക്ബൂൽ ഒരു കാര്യം, മക്ബൂൽ എന്നൊരു പേര് സജസ്റ്റ് ചെയ്യാൻ നമ്മളെ ഫൈനൽ പേരാണ്. വാട്ട് വുഡ് ഹാവ് യു നെയിം ദ ഫിലിം? മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിന് ഏറ്റവും ആപ്റ്റ് പേരായിരുന്നു. കാരണം ലൈഫ് ചേഞ്ചസ് വൺ ആഫ്റ്റർനൂൺ, അത് തന്നെയായിരുന്നു അതിന്റെ ടാഗും. അപ്പോൾ എനിക്ക് തോന്നുന്നു മാറ്റി തന്നെയായിരുന്നു. എന്തായാലും നജീം എന്നൊന്നും പേരിടില്ല. അയ്യോ. Okay, anyways, it was nice time spending with you, Maqbool. All the best for your future projects.